6 വയസ്സുകാരിയെ ഒരു കൂട്ടം ആളുകൾ ചേർന്ന് തട്ടിക്കൊണ്ടു പോകുന്നു. പിഞ്ചു കുഞ്ഞിന്റെ തല അടിച്ചു പൊട്ടിച്ച് കൊലപ്പെടുത്തുന്നു. അച്ഛൻ മകളെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുന്നു. മാതാപിതാക്കൾ കുഞ്ഞിന്റെ നഗ്നദൃശ്യം വിറ്റ് പണം സമ്പാദിക്കുന്നു. അമ്മ അംഗവൈകല്യമുള്ള കുഞ്ഞിനെ കൊലപ്പെടുത്തുന്നു. സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം നവജാത ശിശുവിനെ അമ്മ കിണറ്റിലെറിഞ്ഞു കൊല്ലുന്നു. ഇതൊക്കെ നടക്കുന്നത് നമ്മുടെ സ്വന്തം നാടായ കേരളത്തിലാണെന്നതാണ് ഏറ്റവും വിഷമകരമായ കാര്യം. കേരളത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ദിനംപ്രതി വർദ്ധിച്ചു വരുന്നതായിട്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ സ്വന്തം നാടായ കേരളത്തിൽ കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ ഇങ്ങനെ വർദ്ധിക്കുന്നത്? മാതാപിതാക്കൾ കുട്ടികളെ ഉപദ്രവിക്കുന്നതിന് പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങളിൽ ഏറ്റവും ഒടുവിൽ ശിക്ഷ വിധിച്ച സംഭവം കൊച്ചിയിൽ 10 വയസ്സുകാരിയായ മകളെ മദ്യം നൽകിയ ശേഷം പിതാവ് ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയ കേസാണ്. ശ്വാസമടക്കി പിടിച്ചാണ് മലയാളികൾ ഓരോരുത്തരും ആ സംഭവം കേട്ടത്. എറണാകുളം പോക്സോ കോടതി പിതാവ് സനു മോഹനെ കുറ്റക്കാരനെന്ന് വിധിക്കുകയും ചെയ്തു. കായംകുളത്തെ വീട്ടിൽ നിന്ന് പിതാവിനൊപ്പം അമ്മയോട് യാത്ര പറഞ്ഞിറങ്ങിയ മകളെ പിന്നീട് കണ്ടെത്തിയത് കൊച്ചി മുട്ടാർപ്പുഴയിൽ മരിച്ച നിലയിലാണ്. മകളുടെ മരണത്തിന് പിന്നാലെ പിതാവിനെ കാണാതാവുകയും ചെയ്തു. പോലീസ് അന്വേഷണം കൊണ്ടുചെന്നെത്തിച്ചത് ഞെട്ടിപ്പിക്കുന്ന കൊലപാതകത്തിലേക്കാണ്. 2021 മാർച്ച് 21-നാണ് അച്ഛനെയും മകളെയും കാണാതാകുന്നത്. നാട് നീളെ അന്വേഷണം നടന്നു. പിറ്റേന്ന് മാർച്ച് 22-ന് കൊച്ചി മുട്ടാർപ്പുഴയിൽ വൈകിയുടെ മൃതദേഹം കാണപ്പെടുന്നു. മകളുടെ മരണം പുറം ലോകം അറിഞ്ഞതോടുകൂടി അച്ഛൻ സനു മോഹൻ അപ്രത്യക്ഷനായി. മകളെ കൊന്ന ശേഷം ഇയാൾ രക്ഷപ്പെട്ടാണെന്ന് നിഗമനത്തിൽ പോലീസുകാരെത്തി. 1 മാസത്തെ തിരച്ചിലിനൊടുവിൽ കർണാടകയിലെ കാർവാറിൽ നിന്ന് സനു മോഹൻ പിടിയിലായി. അതോടെ പുറം ലോകം അറിഞ്ഞിരിക്കുന്നത് ഞെട്ടിപ്പിക്കുന്ന ആ കൊലപാതകത്തെ കുറിച്ചാണ്. മകളെ കൊലപ്പെടുത്തുക തന്നെയായിരുന്നു ആ അച്ഛന്റെ ലക്ഷ്യം. സനു മോഹൻ കോളയിൽ മദ്യം കലർത്തി വൈകിയെ കുടിപ്പിച്ചു. തുടർന്ന് ഫ്ളാറ്റിലെ വിസിറ്റിംഗ് മുറിയിൽ വെച്ച് മുണ്ടുകൊണ്ട് കുട്ടിയുടെ കഴുത്ത് മുറുക്കി ശ്വാസം മുട്ടിച്ചു. ബോധരഹിതയായി വൈകിയെ ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞാണ് അയാൾ പുഴയിൽ കൊണ്ടുവന്ന് തള്ളിയത്. മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ഈ സംഭവം നടത്തിയ പ്രതി കുട്ടിയുടെ ശരീരത്തിലുണ്ടായിരുന്ന സ്വർണവുമായി കോയമ്പത്തൂരിലേക്ക് ഒളിവിൽ പോവുകയായിരുന്നു. അത് വിറ്റുകിട്ടിയ പണവുമായി വിദേശത്ത് കടക്കുകയായിരുന്നു അയാളുടെ ലക്ഷ്യം. 1 മാസത്തോളം പോലീസിനെ വട്ടം കറക്കിയ ശേഷമാണ് സനു മോഹനെ പോലീസ് പിടികൂടുന്നത്. സാമ്പത്തിക ബാധ്യതയെ തുടർന്നാണ് മകളെ കൊലപ്പെടുത്തിയതെന്നാണ് ഇയാൾ പറഞ്ഞത്. കേസിൽ സനു മോഹൻ കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കൊലപാതകവും തെളിവ് നശിപ്പിക്കലടക്കമുള്ള വകുപ്പുകളും ജുവനൈൽ നിയമവുമാണ് സനു മോഹനെതിരെ ചുമത്തിയിരിക്കുന്നത്. കൊലപാതകത്തിന് ജീവപര്യന്തം തടവ് ശിക്ഷയും മറ്റു വകുപ്പുകൾ പ്രകാരം, അതായത് IPC 328 വകുപ്പ് പ്രകാരം 10 വർഷം തടവും IPC 201 വകുപ്പ് പ്രകാരം 5 വർഷം തടവും കോടതി വിധിച്ചിട്ടുണ്ട്. എല്ലാ വകുപ്പുകളിലുമായി 28 വർഷം കഠിന തടവാണ് ഇയാൾ അനുഭവിക്കാൻ പോകുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പങ്കുവച്ച കണക്കുകൾ പ്രകാരം ഈ വർഷം ഒക്ടോബർ മാസം വരെ 4524 കുട്ടികൾക്കെതിരെയുള്ള കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 2022-ൽ 7468 കുട്ടികൾക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളാണ് നടന്നത്. 2021-ൽ ഇത് 7118-ഉം 2020-ൽ ഇത് 5368-ഉമായിരുന്നു. കഴിഞ്ഞ വർഷം മാത്രം 4582 പോക്സോ കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇതിൽ വീടുകളിൽ നടന്ന പീഡനങ്ങൾ, തട്ടിക്കൊണ്ടുപോയോ വാഗ്ദാനം നൽകിയോ പീഡിപ്പിച്ച കേസുകൾ തുടങ്ങിയവയുമുണ്ട്. സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ കണക്കുകൾ പ്രകാരം പീഡിപ്പിക്കപ്പെട്ടവരിൽ 4008 പേരും പെൺകുട്ടികളാണ്. ആൺകുട്ടികൾ 578 പേർ. 4 വയസ്സിൽ താഴെയുള്ളവർ 55 പേരുണ്ടെന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ്. എന്താണ് കുട്ടികൾക്ക് നേരെയുണ്ടാകുന്ന അതിക്രമം കൊണ്ട് വ്യക്തമാകുന്നത്? ഒരു കുട്ടിയെ സംരക്ഷിക്കേണ്ടവർ തന്നെ കുട്ടിയെ ശാരീരികമായോ മാനസികമായോ ലൈംഗികമായോ ദുരുപയോഗം ചെയ്യുകയോ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുക, ഇങ്ങനെയുള്ള അവസ്ഥയെയാണ് കുട്ടികൾക്ക് നേരെയുള്ള അതിക്രമം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. കുട്ടികളോടുള്ള അതിക്രമങ്ങൾക്ക് പ്രധാനമായി 2 തരത്തിലുള്ള കാരണങ്ങളാണുള്ളത്. ഒന്ന്, സാമൂഹികമായ കാരണങ്ങൾ. രണ്ടാമത്തേത് കുട്ടിയുടെ രക്ഷകർത്താക്കളുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ്. ഇതിൽ സാമൂഹികമായ കാരണങ്ങൾ ഇപ്രകാരമാണ്: ദാരിദ്ര്യം, തൊഴിലില്ലായ്മ, നിയമ സംവിധാനങ്ങളുടെ പോരായ്മ, ഇവയൊക്കെ. രണ്ടാമത്തേത് മാതാപിതാക്കൾ, അതായത് കുട്ടികളുടെ രക്ഷിതാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഒറ്റയ്ക്ക് കുട്ടിയുടെ കാര്യം നോക്കി നടത്തേണ്ടി വരുന്ന മാതാപിതാക്കൾ, സാമ്പത്തികമായി പിന്നോട്ട് നിൽക്കുന്ന മാതാപിതാക്കളുടെ മക്കൾ, വ്യക്തിത്വ വൈകല്യമുള്ള മാതാപിതാക്കൾ, മദ്യം, മയക്കുമരുന്ന് എന്നിവ ഉപയോഗിക്കുന്ന മാതാപിതാക്കൾ, മാനസിക പ്രശ്നങ്ങൾ നേരിടുന്ന മാതാപിതാക്കൾ, ഇവരിൽ നിന്നൊക്കെ ഉണ്ടാകുന്ന പീഡനങ്ങൾ,
കുട്ടികൾക്ക് നേരെ ഉണ്ടാകുന്ന ലൈംഗിക പീഡനങ്ങളാണ് ഇവയിലൊക്കെ വെച്ച് ഏറ്റവും ഭയാനകരമായിട്ടുള്ളത്. ആണുങ്ങളായിരുന്നാലും പെണ്ണുങ്ങളായിരുന്നാലും ഇന്നത്തെ കാലത്ത് അവർ സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല. കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നവരിൽ 90% അടുത്തറിയാവുന്നവരാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 60% പേരും പ്രായമുള്ളവരോ സഹോദരങ്ങളോ അച്ഛനോ അടുത്ത രക്തബന്ധത്തിൽപ്പെട്ട മറ്റുള്ളവരോ ആണ്. ബാക്കി 30% പേരും അകന്ന ബന്ധുക്കളോ അപരിചിതരോ സുഹൃത്തുക്കളോ ഒക്കെ ആവാം. മദ്യത്തിന്റെയും മയക്കുമരുന്നിന്റെയും ഉപയോഗം മനുഷ്യനെ മറ്റൊരു ഉന്മാദ ലോകത്ത് തന്നെ കൊണ്ടു നിർത്തുന്ന കാലമാണിത്. കുട്ടികളെ സ്വന്തം വീട്ടിലോ പരിചയക്കാരുടെ വീട്ടിലോ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്ന സാഹചര്യങ്ങളാണ് പലപ്പോഴും ഇത്തരക്കാർ മുതലെടുക്കുന്നത്. അതുകൊണ്ട് കഴിയുന്നതും കുട്ടികളെ ഇത്തരം സാഹചര്യങ്ങളിലേക്ക് തള്ളിവിടാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ കുറയ്ക്കാൻ സാധിക്കുക? കുട്ടികൾക്ക് സുരക്ഷിതമായ അന്തരീക്ഷം സൃഷ്ടിക്കുകയും അക്രമത്തെ അതിജീവിക്കുന്നവരെ സംരക്ഷിക്കുന്നതിനും സർക്കാരും ബന്ധപ്പെട്ടവരും ശിശു കേന്ദ്രീകൃത സംഘടനകളുമെല്ലാം ഒരുപോലെ ഉത്തരവാദിത്തമുണ്ട്. കുട്ടികൾ സുരക്ഷിതമായ അന്തരീക്ഷത്തിൽ വേണം വളരാൻ. സർക്കാർ, കമ്മ്യൂണിറ്റികൾ, ബന്ധപ്പെട്ട അധികാരികൾ എന്നിവയ്ക്കെല്ലാം ഈ സംരക്ഷണം ഉറപ്പാക്കി അവർക്ക് സഹായിക്കാനാവും.